ഞാൻ ഈ നന്ദി പ്രമേയത്തെ എതിർക്കുകയാണ് സാർ. ഈ സുനിൽകുമാർ ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് വന്നപ്പോൾ ഏതോ BJP നേതാവ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കെതിരെ സംസാരിക്കുന്നത് പോലെയാണ് തോന്നിയത്. അദ്ദേഹം 11 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചപ്പോൾ ഇന്ന് പണിമുടക്കി വെയിലത്ത് സമരം ചെയ്യുന്ന ജോയിന്റ് കൗൺസിലുകാരുടെ പണിമുടക്കിന് ആഭിമുഖ്യം പറഞ്ഞുകൊണ്ട് ഒരു വാക്കെങ്കിലും അദ്ദേഹം പറയേണ്ടായിരുന്നു സാർ. ഇവിടെ ഈ നയപ്രഖ്യാപനം നടത്തിയപ്പോൾ ഭരണകക്ഷിയെല്ലാം നിസ്സംഗരായിരിക്കുകയായിരുന്നു. ഒരാൾ പോലും കൈയടിച്ചില്ല, വളരെ നിസ്സംഗമായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ നന്ദി പ്രമേയം അവതരിപ്പിച്ച കൺവീനർ 20 മിനിറ്റ് സംസാരിക്കാൻ കൊടുത്തു, അദ്ദേഹം 15 മിനിറ്റ് സംസാരിച്ചുള്ളൂ. അത്രയും പറയാനുള്ളൂ. കൂടുതൽ പറഞ്ഞ് ആത്മവഞ്ചന നടത്തണ്ട എന്ന് ഇടതുമുന്നണി കൺവീനർക്ക് പോലും തോന്നിയിട്ടുള്ള ഒരു നയപ്രഖ്യാപനമാണ് സാർ ഈ നയപ്രഖ്യാപനം. സാർ, കഴിഞ്ഞ എല്ലാ നയപ്രഖ്യാപനങ്ങളിലും വലിയ തള്ളായിരുന്നു. അത് ചെയ്യും ഇത് ചെയ്യും. ഇതിലങ്ങനെ വലിയ ബഹളമൊന്നും ഇവർ കാണിച്ചിട്ടില്ല. സാർ, നോക്കുമ്പോൾ ഞാൻ ഈ 2025 നയപ്രഖ്യാപനത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. 2021 ഈ ഗവൺമെന്റിന്റെ ആദ്യത്തെ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും നാളിതുവരെയായി നടപ്പിലാക്കാത്ത ഒരു സർക്കാരാണെന്ന് അധികാരത്തിലിരിക്കുന്നത്. സാർ, എല്ലാ കൃഷിഭവനുകളും സ്മാർട്ടാക്കും, 10% പോലും അച്ചീവ് ചെയ്തിട്ടില്ല. കർഷകരുടെ വരുമാനം 50% വർദ്ധിപ്പിക്കും. സാർ, ഇന്ന് കടം 100% കർഷകരുടെ കടം വർദ്ധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സാർ, കോവളം ബേക്കൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ 3 ഘട്ടമായി നടപ്പിലാക്കും. 3-ാം ഘട്ടം 25 പൂർത്തിയാകും. എവിടെയാണ് സാർ? മയക്കുമരുന്നിന്റെ ദുരുപയോഗം തടയാൻ വാർഡ് മെമ്പർമാരുടെ കൗൺസിലറുടെ കൺവീനറായി വിമുക്തി ജാഗ്രതാ സമിതി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അവിടെയായിട്ടുണ്ടാക്കി. ഇപ്പോൾ ആ സമിതികളും മയക്കുമരുന്ന് അടിച്ചവരെ പോലെ മയങ്ങിക്കിടക്കുകയാണ്. പുനർഗേഹം പദ്ധതി ഊർജ്ജസ്വലമായി നടപ്പിലാക്കും. സാർ, 22,170 ഗുണഭോക്താക്കളെ കണ്ടെത്തിയിട്ട് ഇന്നാകെ പൂർത്തിയാക്കിയ വീടുകൾ 2,807 390 ഫ്ലാറ്റുകൾ അടക്കം. സാർ, ഇപ്പോൾ നിർമ്മാണം നടക്കുന്നത് ഒരു 2000 നടക്കുന്നു. ആകെ 5000 മാത്രമേ വന്നിട്ടുള്ളൂ. സപ്ലൈകോ ഹോം ഡെലിവറി നടത്തി സംസ്ഥാനത്തിലുടനീളം ഹോം ഡെലിവറി വ്യാപിപ്പിക്കും. ഇപ്പൊ ഹോം ഡെലിവറിയും ഇല്ല, ഷോപ്പിലുള്ള ഡെലിവറിയും ഇല്ല എന്നുള്ള അവസ്ഥയാണ്. സാർ, വനം വകുപ്പ് 500 ചെറുവനങ്ങൾ സ്കൂൾ കോളേജ് പരിസരത്ത് സ്ഥാപിക്കും. ഞാൻ എല്ലായിടത്തും നടന്നു നോക്കി, ഒരിടത്തുമില്ല. ഏത് സ്കൂൾ പരിസരത്താണ് ഇവര് വനം വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്? ഭവന നിർമ്മാണ ബോർഡ് കൊച്ചി മറൈൻ ഡ്രൈവിൽ, ഞാൻ വിനോദിനോട് ചോദിക്കുകയായിരുന്നു, കൊച്ചി മറൈൻ ഡ്രൈവിൽ ഹൗസിംഗ് ബോർഡ് 17.9 ഏക്കറിൽ ഇന്റർനാഷണൽ എക്സിബിഷൻ പ്രോജക്ട് 21 കാര്യമാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ കാര്യമല്ല. നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. എവിടെയാണ് KSRTC 80% ബസ്സിലും ഹരിത ഇന്ധനം ആക്കുമെന്ന് പറഞ്ഞു. എവിടെയാണ് സാർ? സാർ, 2021 കാര്യമാണ്. 2021 കാര്യം. സാർ, കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് നിങ്ങൾ എന്താണ് സാർ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. തലോടലാണ്. കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുകയും സംസ്ഥാനത്ത് ഇടതുമുന്നണി ഭരിക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസ് ഗവൺമെന്റുകളെ നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള നയപ്രഖ്യാപനങ്ങളായിരുന്നു ഇവിടെ നടന്നിട്ടുള്ളത്. ഇപ്പൊ ഒന്നുമില്ല സാർ. അരിവിഹിതം വെട്ടിക്കുറച്ചു, മണ്ണെണ്ണയില്ല, ഗോതമ്പില്ല. ഒരു പ്രതിഷേധം പറയണ്ടേ ഇതില്? വയനാട് പുനരധിവാസത്തിന് പണം കൊടുത്തോ? പ്രതിഷേധം പറയണ്ടേ ഇതില്? വിഴിഞ്ഞത്ത് VGF വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന് തിരിച്ചടവ്, അതിനെതിരെ സംസാരിക്കണ്ടേ? സാർ, എന്താണ് സാർ? എല്ലാം കോംപ്ലിമെന്റ്സ് ആയോ? എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആയോ? ഇപ്പൊ മുൻ RSS കാരനായ പുതിയ ഗവർണർ വന്നപ്പോ എന്ത് റൗസിംഗ് വെൽക്കമാണ് നിങ്ങൾ നൽകിയിട്ടുള്ളത്? എല്ലാ മന്ത്രിമാരും അതിലേക്ക് നല്ലത് തന്നെ. അത് സ്വീകരിക്കേണ്ടത് തന്നെയാണ്, സ്വീകരിക്കേണ്ടതല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. സാർ, ഗവർണറെ കൊണ്ട് പച്ചക്കള്ളങ്ങളല്ലേ. ഒരു കാര്യം മാത്രം, വിഴിഞ്ഞം പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കിയെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. ഏത് സമയമാണ് സാർ? 2019 ഡിസംബറിൽ പൂർത്തീകരിക്കേണ്ട പദ്ധതി 2025 ആയപ്പോ പറയുകയാണ് സമയബന്ധിതമായി പൂർത്തീകരിച്ചെന്ന്. ഇതുപോലെ നുണ പറയാമോ സാർ? സാറേ, ഈ പദ്ധതിയെ കുറിച്ച് ഇവർ പറയുന്നു UDF എതിർത്തിട്ട് ഞങ്ങൾ നടപ്പിലാക്കിയാണ്. സാർ, UDF എതിർത്തതായി, UDFിലെ ഏതെങ്കിലും ഒരു നേതാവ് എതിർത്തതായി ഒരു തെളിവ് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? ഒരു വെല്ലുവിളിക്കാൻ ഈ UDF ഈ വിഴിഞ്ഞം പദ്ധതിക്കെതിരായി ഞാൻ വഴങ്ങാം. നിങ്ങൾ തെളിവ് ഹാജരാക്കാൻ പറ്റുമോ? വിഴിഞ്ഞം പദ്ധതിക്കെതിരായി ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്, ഇലക്ട്രോണിക് യുഗമാണ്. ആരെന്ത് പറഞ്ഞാലും അത് റെക്കോർഡിൽ കിടക്കും. ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? പക്ഷെ നിങ്ങൾ ഈ പദ്ധതിയെ എതിർത്തത്, ഇത് കടൽ കൊള്ളയാണെന്ന് പറഞ്ഞത്, ഇത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണെന്ന് പറഞ്ഞത് ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദനുമാണ്. മറന്നു പോകരുത്.
ഈ പദ്ധതിക്കെതിരായി ഇടങ്കോലിട്ടു. അന്ന് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഈ നിയമസഭയിൽ പറഞ്ഞു, നിങ്ങളുടെ ഏത് വിഷയവും ചർച്ച ചെയ്യാം, പക്ഷെ അഴിമതിയുടെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ പദ്ധതി തടസ്സപ്പെടുത്താമെന്ന് കഴിഞ്ഞാൽ നടക്കില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഇവിടെയുള്ളത്. സാറ്, ഈ സാമൂഹ്യ സുരക്ഷ ആകെ തകരാറിലായിരിക്കുകയാണ് സാർ. ഏക വരുമാന ദാതാവായ കുടുംബനാഥൻ മരണപ്പെട്ടാൽ 20,000 ധനസഹായമുണ്ട്. അത് 2014 മുതൽ മുടങ്ങിക്കിടക്കുക. കിഡ്നി രോഗികൾക്കുള്ള സമാശ്വാസ പദ്ധതി 2019 മുടങ്ങിക്കിടക്കുക. സാർ, വൃക്ക രോഗികളാണ് സാർ. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്കുള്ള ആശ്വാസ കിരണം 19 മുതൽ മുടങ്ങിക്കിടക്കുക. സാർ, ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ പോലും മുടങ്ങിയിരിക്കുകയാണ് സാർ. സാർ, ക്യാൻസർ രോഗികളുടെ പെൻഷൻ പോലും മുടങ്ങിയിരിക്കുമ്പോഴാണ് പെരിയയിൽ കൊലപാതകം നടത്തിയ കൊലയാളികൾക്ക് 1,14,00,000 രൂപ അവർക്ക് കേസ് വാദിക്കാൻ ഇവരുടെ കയ്യിൽ പണമുണ്ട്. ഷുഹൈബ് കേസിൽ 86 ലക്ഷം രൂപ ചെലവഴിക്കാൻ പണമുണ്ട്. ക്യാൻസർ രോഗികൾക്ക് കൊടുക്കാൻ പണമില്ലെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് സാർ? ഈ സർക്കാരിന്റെ പ്രയോറിറ്റി എന്താണ്? ഈ നിലയിൽ സാർ കൊലപാതകങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങളല്ലേ? കൊലപാതകം ചെയ്താൽ അവർക്ക് വേണ്ടി കേസ് വാദിക്കാൻ സർക്കാർ ഫണ്ട് കൊടുക്കും. അവരെ ശിക്ഷിച്ചാൽ അവരുടെ കുടുംബത്തെ സഹായിക്കാൻ ഫണ്ട് പിരിവ് നടത്തും. അപ്പൊ കൊലപാതകത്തിന് എപ്പോഴും ആളെ പ്രോത്സാഹിപ്പിക്കുക, ആളെ കിട്ടുക എന്നതാണ് നിങ്ങളുടെ പാർട്ടിയുടെ നയം. സാർ, നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒന്നും പറയുന്നില്ല. ഇപ്പൊ പൊതുമരാമത്തൊക്കെ വളരെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നു. സാർ, ചേറിലിരിക്കുന്ന അങ്ങേക്കറിയാം കരമന കളിയിക്കാനുള്ള റോഡ്. സാറേ, ബാലരാമപുരം കൊടിനട മുതൽ വഴിമുക്ക് വരെ 1.5 കിലോമീറ്റർ കഴിഞ്ഞ 5 വർഷമായി മുടങ്ങിക്കിടക്കുകയാണ് സാർ. ഇനിയും ഈ 1.5 കിലോമീറ്ററിലുള്ള ആളുകൾക്ക് 50 പേർക്ക് കാശ് കൊടുക്കാറുണ്ട്. ഇതാണ് നിങ്ങളുടെ അതിവേഗമുള്ള സാർ. സാറേ, കൊള്ളയാണ് ഈ സർക്കാരിന്റെ ഏറ്റവും മുഖമുദ്ര. സാർ, കഴിഞ്ഞ ദിവസമല്ലേ CNDG റിപ്പോർട്ട് ഈ സഭയിൽ വെച്ചിട്ടുള്ളത്? സാർ, കഴിഞ്ഞ ദിവസം PP കിറ്റ് 550 രൂപയ്ക്ക് അനിത ടെസ്റ്റിക്കോട്ട് എന്ന സ്ഥാപനം നൽകാമെന്ന് പറഞ്ഞ PP കിറ്റ് 1550 രൂപയ്ക്ക് മാറ്റി. 1550 രൂപയ്ക്ക് വാങ്ങി. സാർ, കാലാവധി കഴിഞ്ഞ മരുന്നുകൾ സാർ ഇതി അമീനെ പോലും നാണിപ്പിക്കും സാർ. മനുഷ്യ മാംസം കഴിക്കുന്ന ഇതി അമീനെ പോലും നാണിപ്പിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ അധികാരത്തിരിക്കുന്നത്. സാർ, 26 ആശുപത്രികളിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകളാണ് രോഗികൾക്ക് കൊടുത്തിട്ടുള്ളത് ഈ സർക്കാർ. സാറ്, 14 മരുന്ന് വിതരണക്കാരുടെ മരുന്നുകൾക്ക് ഗുണനിലവാരം പോലും പരിശോധിച്ചിട്ടില്ല. സാറ്, മുൻ പരിചയം പോലും ഇല്ലാത്ത കമ്പനിക്ക് 1 കോടി ഗ്ലൗസ് 50% അഡ്വാൻസായി നൽകി. സാറ്, പ്രളയമായിരുന്നാലും നിങ്ങളുടെ നേതാക്കൾ കട്ടുമുടിക്കും, കോവിഡ് ആയാലും കൊള്ളയടിക്കും. കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട ശ്രീ നെല്ലിക്കുന്ന് പറഞ്ഞു, ബോംബെയിൽ നിന്ന് അധോലോക ആളുകൾ കേരളത്തിൽ വന്ന് കൊള്ളയടിക്കുന്നു എന്ന് പറഞ്ഞു. സാർ, യഥാർത്ഥത്തിൽ കൊള്ളയടിക്കാനല്ല സാർ വന്നത്, എങ്ങനെ കൊള്ളയടിക്കാമെന്ന് ദക്ഷിണ വെച്ച് പഠിക്കാനാണ് സാർ അവരെല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഏത് കാര്യങ്ങളും കൊള്ളയടിക്കാൻ സാർ. സാർ, ഇവിടെ പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ സാർ, ഞാൻ 2 മിനിറ്റ് എടുക്കുള്ളൂ. 2 മിനിറ്റ് എടുക്കാൻ സാർ, മുഖ്യമന്ത്രിയെ കുറിച്ച് കവിത. സാറ്, വ്യക്തി പൂജക്കെതിരായി എത്ര നിലപാടുകൾ എടുത്ത പാർട്ടിയാണ് സാർ നിങ്ങളുടെ പാർട്ടി? വ്യക്തി പൂജക്കെതിരായി പാർട്ടി എത്ര തീരുമാനങ്ങൾ എടുത്തു? എന്നിട്ടിപ്പോ അദ്ദേഹത്തിനെതിരെ കവിത പറയാം, പാട്ട് പാടാം, കുഴപ്പമില്ല. സാർ, P. ജയരാജനെതിരെ ഒരു കവിത പറഞ്ഞപ്പോൾ അന്നത്തെ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തെ പരസ്യമായി ശാസിച്ചു. എന്താണ് സാർ അദ്ദേഹത്തെ തെറ്റ്? ആ പാട്ട് ഗ്രൂപ്പിൽ വന്നപ്പോൾ അതിനെ തള്ളി പറഞ്ഞില്ല എന്നുള്ളതാണ് കുറ്റം. ശരി. ഇപ്പൊ സാക്ഷാൽ മുഖ്യമന്ത്രിക്കെതിരെ പാട്ട് പാടിയപ്പോൾ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞില്ല എന്ന് മാത്രമല്ല, പരസ്യമായി അദ്ദേഹം അതിനെ സ്വീകരിക്കുകയാണ്. പരസ്യമായി മുഖ്യമന്ത്രി സ്വീകരിക്കുകയാണ് ആ പാട്ടിനെ. ഈ നിലയിൽ സമയം കഴിഞ്ഞു സാർ. ഈ നിലയിൽ മുഖ്യമന്ത്രിയെ സ്തുതിച്ചുകൊണ്ട് ഇതാണ് കാരണഭൂതൻ, ഇരട്ടച്ചങ്കൻ, ക്യാപ്റ്റൻ, കാവലാളൻ, ജ്വലിച്ച സൂര്യൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സാർ ഇവിടെ പാർട്ടിയുടെ സാർ 10 കമൻമെന്റ്സ് 10 കൽപ്പനയിൽ ആദ്യത്തെ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. സാർ, ഈ പാർട്ടിയിലെ നേതാവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു നേതാവ് നിങ്ങൾക്കുണ്ടാകരുത്. അതാണ് ജയരാജൻ ഒരു നീതി, പിണറായി വിജയൻ ഒരു നീതി. എല്ലാ സ്തുതിയും പുകഴ്ചയും എനിക്ക് എന്ന നിലപാട് സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന ഈ ഗവൺമെന്റിന്റെ ഈ നയപ്രഖ്യാപനത്തെ ഞാൻ ശക്തമായി